ഈ വീഡിയോയിൽ നമ്മൾ C++ലെ ഇൻഹെറിറ്റൻസിൻ്റെ കോൺസെപ്റ്റിലേക്ക് കയറുകയാണ്. ഇതുവരേക്കുള്ള കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇൻഹെറിറ്റൻസിനെ പറ്റി പറയുവാണെങ്കിൽ അത് നമ്മളുടെ റിയൽ ലൈഫായിട്ട് ഒരുപാട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ടോപ്പിക്കാണ്. ഇപ്പോൾ നിങ്ങൾ പിള്ളേരായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോഴാണെങ്കിൽ പോലും കേൾക്കുന്നൊരു വാചകമുണ്ട്. നമ്മളിപ്പോൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും ബന്ധു വീട്ടിൽ പോകുമ്പോൾ പറയും, നിന്നെ കാണാൻ നിൻ്റെ അച്ഛനെ പോലെയാണ്, അല്ലെങ്കിൽ അച്ഛൻ്റെ ചായയാണ് നിനക്ക് കിട്ടിയിട്ടുള്ളത്. അതല്ലെങ്കിൽ ഇപ്പോൾ പെണ്ണുങ്ങളുടെ കേസിലാണെങ്കിൽ നിനക്ക് നിൻ്റെ അമ്മയുടെ മുടിയാണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ജസ്റ്റ് എന്താ പറയുക, നമ്മളുടെ എൽഡേഴ്സിനെ വെച്ചിട്ട് അവർ കുറച്ച് കാര്യങ്ങൾ പറയില്ല, അതേപോലെ നിനക്ക് കിട്ടി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയില്ലോ. അതൊരു തരത്തിൽ ഇൻഹെറിറ്റൻസിൻ്റെ കോൺസെപ്റ്റാണ്. അതായത് ഇപ്പോൾ അമ്മയ്ക്ക് ഒരുപാട് മുടിയുണ്ട്, മോൾക്കും ചിലപ്പോൾ ഒരുപാട് മുടി ഉണ്ടാവാം, ചിലപ്പോൾ അതിൽ കൂടുതൽ ഉണ്ടാവാം. ഇത് ഒരു ഇൻഹെറിറ്റൻസ് ആണ്. ഇനി C++ൻ്റെ ബേസിസിൽ പറയുവാണെങ്കിൽ നമുക്കിതൊക്കെ ഈ റിലേഷൻ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അലോ ചെയ്യുന്നൊരു ഫീച്ചറാണ് ഇൻഹെറിറ്റൻസ്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ കോംപ്ലിക്കേഷൻസ് ഇല്ല. ലൈക്ക് കോൺസെപ്റ്റ് മനസ്സിലായാൽ പിന്നെ വലിയ കുഴപ്പമില്ല. ഒരു ക്ലാസ്സിലുള്ള പ്രോപ്പർട്ടീസ് അതേപോലെ ഡിറൈവ് ചെയ്ത് മറ്റൊരു ക്ലാസ്സിലേക്ക് ആഡ് ചെയ്യാൻ, അതായത് ബേസ് ക്ലാസ്സിൽ നിന്ന് ഒരു ഡെറൈവ്ഡ് ക്ലാസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു സംഭവമാണ് ഇൻഹെറിറ്റൻസ്. ഇവിടെ ഇപ്പോൾ ഞാൻ അതിനാദ്യം ക്ലാസ് ആൻഡോ എന്നും പറഞ്ഞിട്ടൊരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ ആൻഡോ എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് ഇതിൻ്റെ അകത്ത് ഞാൻ ഇൻറ്റ് നം ഈക്വൽ ടു 5 എന്നും പറഞ്ഞിട്ടൊരു വാല്യൂ കൊടുത്തു. അത് പ്രൈവറ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ പബ്ലിക്കായിട്ട് ഞാനൊരു ഫങ്ഷൻ സ്പെസിഫൈ ചെയ്യാണ്. ഒരു പ്രിൻ്റ് ഫങ്ഷനാണത്, വോയിഡ് പ്രിൻ്റ് എന്നും പറഞ്ഞിട്ടൊരു ഫങ്ഷൻ. അതിൻ്റെ അകത്ത് ജസ്റ്റ് സി ഔട്ട് ആൻഡോ എന്നും പറഞ്ഞിട്ട് കൊടുത്തു. ഇനി എനിക്ക് വേറൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം. അതായത് എൻ്റെ ആൻഡോ എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ബിഹേവിയർ അതേപോലെ ക്ലോൺ ചെയ്യുക, അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു ക്ലാസ് ഡിറൈവ് ചെയ്തുണ്ടാക്കണമെങ്കിൽ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതിന് ഞാനിവിടെ വേറൊരു ക്ലാസ് ഉണ്ടാക്കിയാണ്. ഞാൻ ബാനു എന്ന് പറയുന്ന ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു, ക്ലാസ് ബാനു എന്നും പറഞ്ഞിട്ട്. എന്നിട്ട് ഇത് ആൻഡോയിലെ ഫീച്ചേഴ്സ് ഡിറൈവ് ചെയ്യാനായിട്ട് ഞാനൊരു കോളൻ ഇൻസേർട്ട് ചെയ്തു. കോളൻ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഒരു ആക്സസ് സ്പെസിഫയർ നമ്മൾ സ്പെസിഫൈ ചെയ്യണം. ഇവിടെ ഞാനിപ്പോൾ പബ്ലിക്കാണ് കൊടുക്കുന്നത്. എന്നിട്ട് സ്പേസ് ചെയ്തിട്ട് ഏത് ക്ലാസ്സിൻ്റെ ഡെറിവേഷനാണോ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്, ആ ഡിറൈവ് ചെയ്യേണ്ട ക്ലാസ്സിന് കൊടുക്കേണ്ട ബേസ് ക്ലാസ്. അതായത് എനിക്ക് ആൻഡോൻ്റെ ക്ലാസ് ബേസ് ചെയ്തിട്ടാണ് ബാനുവിൻ്റെ ക്ലാസ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാനിവിടെ ആ ഒരു ക്ലാസ്സിൻ്റെ പേര് കൊടുത്തു, ആൻഡോ എന്നുള്ള ക്ലാസ്സിൻ്റെ പേര് കൊടുത്തു. എന്നിട്ട് ഞാൻ ഈ ക്ലാസ് ഓപ്പൺ ക്ലോസ് ചെയ്തു. ഇത്രയും ചെയ്തപ്പോൾ തന്നെ നമ്മൾ ഒരു ഇൻഹെറിറ്റൻസ് കംപ്ലീറ്റ് ചെയ്ത്. അതായത് ബാനുവിൻ്റെ ക്ലാസ്സിന് ആൻഡോൻ്റെ ക്ലാസ്സിൻ്റെ കുറച്ച് ബിഹേവിയർ കിട്ടിയിട്ടുണ്ട്. അതായത് ആൻഡോയിൽ നിന്ന് കുറച്ച് ഫീച്ചേഴ്സ് ബാനുവിന് കിട്ടിയിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു അർത്ഥം വന്നത്. ഇതിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതായത് ഞാൻ മെയിൻ ഫംഗ്ഷനിൽ ബാനു എന്നും പറഞ്ഞിട്ടുള്ള ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ബി ക്രിയേറ്റ് ചെയ്തു. ഇനി ഞാനിവിടെ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ബി വെച്ചിട്ട് ഞാൻ പ്രിൻ്റ് ഫംഗ്ഷൻ കോൾ ചെയ്യാണ്. ഇത് എന്നിട്ട് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്തപ്പോൾ ആൻഡോ പ്രിൻ്റായി വന്നു. പക്ഷെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബാനുവിൻ്റെ ക്ലാസ്സിൽ പ്രിൻ്റ് ഫംഗ്ഷൻ ഇല്ല, പകരം അത് ആൻഡോൻ്റെ ക്ലാസ്സിലാണ് ഉള്ളത്. ഇതാണ് പറയുന്നത്, നമ്മൾ ആൻഡോൻ്റെ ക്ലാസ്സിൽ നിന്നുള്ള ഒരു കുറച്ച് ഫീച്ചേഴ്സ് ബാനുവിന് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്, ഇൻഹെറിറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ അമ്മയ്ക്ക് ഉള്ള മുടി മോൾക്ക് കിട്ടിയെന്ന് പറയുന്ന പോലെ തന്നെ ആൻഡോയ്ക്കുള്ള ഫീച്ചർ ബാനുവിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഇൻഹെറിറ്റൻസിനെ പറയുന്നത് സിംഗിൾ ഇൻഹെറിറ്റൻസ് ആണ്. അതായത് ഈ ക്ലാസ് ആൻഡോയിൽ നിന്ന് ആപ്പാടെ എന്താ പറയുക, ബാനുവിൻ്റെ ക്ലാസ്സിലേക്ക് മാത്രമേ ഡിറൈവ് ചെയ്തിട്ടുള്ളൂ. വേറെ ഡെറിവേഷൻസോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല. സോ ഇറ്റ് ഈസ് എ സിംഗിൾ ഇൻഹെറിറ്റൻസ്. ഇവിടെ ആൻഡോ എന്ന് പറയുന്ന ക്ലാസ് ബേസ് ക്ലാസ്സും ബാനു എന്ന് പറയുന്ന ക്ലാസ് ഡിറൈവ്ഡ് ക്ലാസ്സുമായിട്ടാണ്
കൺസിഡർ ചെയ്യേണ്ടത്. ഇനി നമ്മൾക്ക് ബേസ് ക്ലാസ്സും ഡെറൈവ്ഡ് ക്ലാസ്സും തമ്മിൽ കുറച്ച് റൂൾസ് പോലെ ഉള്ള കാര്യങ്ങളുണ്ട്. അതിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാം. എപ്പോഴും ബേസ് ക്ലാസ്സിലുള്ള പബ്ലിക് ആയിട്ടുള്ള എലമെൻറ്റ്സ് മാത്രമേ ഡിറൈവ് ചെയ്യുമ്പോൾ ഡിറൈവ് ചെയ്യപ്പെടുന്ന ക്ലാസ്സിന് കിട്ടുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഇപ്പോൾ ആൻഡ്രോയുടെ ക്ലാസ്സിൽ എന്നും പറഞ്ഞിട്ടൊരു മെമ്പർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു മെമ്പർ ഡാറ്റ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ മെമ്പർ ഡാറ്റ ബാനു എന്ന് പറയുന്ന ഈ ഡിറൈവ്ഡ് ക്ലാസ്സിന് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. അത് നമ്മളുടെ ആക്സസ് സ്പെസിഫയറിൻ്റെ ആ സെയിം ആപ്ലിക്കേഷൻ തന്നെയാണ് വരുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പ്രേമിക്കാത്ത ആരും ഉണ്ടാവില്ല. പ്രേമം മീൻസ് അറ്റ്ലീസ്റ്റ് ഒരു വൺ സൈഡ് ലവ് എങ്കിലും ആർക്കെങ്കിലും ഉണ്ടാവും. എല്ലാ മനുഷ്യർക്കും അങ്ങനെയാണ്. എന്നും പറഞ്ഞിപ്പോൾ നിങ്ങളുടെ പാരൻസ് ചെറുതായിരുന്നപ്പോൾ അവരുടെ മനസ്സിൽ ഇതേപോലെ എന്തെങ്കിലും ഉണ്ടാവും എന്നും പറഞ്ഞ് എല്ലാ പാരൻസും അത് നിങ്ങളുടെ അടുത്ത് പറയണമെന്നുണ്ടോ? അതല്ല എങ്കിൽ നിങ്ങളുടെ അടുത്ത് ആ മക്കൾ ഈ കാലത്ത് ഇതൊക്കെ പതിവാണ്, കുഴപ്പമില്ല എന്ന് ഭൂരിഭാഗം പാരൻസും അത് പറയത്തില്ല, ആ ടോപ്പിക്കിനെ പറ്റി സംസാരിക്കത്തില്ല. അതേപോലെ തന്നെയാണ് ഈ ബേസ് ക്ലാസ്സിലെ പ്രൈവറ്റ് മെമ്പേഴ്സിൻ്റെ കേസ്. അതായത് പ്രൈവറ്റായിട്ട് ഡിക്ലെയർ ചെയ്യുന്ന ഡാറ്റ മെമ്പേഴ്സ്, അതേപോലെ മെമ്പർ ഫങ്ഷൻസ്, ഈ രണ്ട് സാധനങ്ങളും ഡിറൈവ് ചെയ്ത് വരുന്ന ക്ലാസ്സിന് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. ആകപ്പാട് ഡിറൈവ്ഡ് ക്ലാസ്സിന് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് പബ്ലിക്കായിട്ട് ബേസ് ക്ലാസ്സിൽ പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യങ്ങളും പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ള മെമ്പർ ഫങ്ഷൻസിനെയും മെമ്പർ ഡാറ്റേനെയും മാത്രമേ ഡിറൈവ്ഡ് ക്ലാസ്സിന് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് വേറൊരു കാര്യം ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഇനി നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ അകത്ത് നമുക്ക് മെമ്പർ ഫങ്ഷൻസ് അല്ലെങ്കിൽ മെമ്പർ ഡാറ്റ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ലേ എന്നുള്ളത്. അതും പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഞാനിപ്പോൾ ഇവിടെ എക്സാമ്പിൾ അത് കാണിച്ചില്ല എന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ ചെയ്യാം. അതായത് ഒരു ഡാറ്റ മെമ്പറും അതേപോലെ മെമ്പർ ഫങ്ഷനും ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ഞാൻ ഇൻറ്റ് n=10 എന്നും പറഞ്ഞിട്ട് ഒരു ഡാറ്റ മെമ്പർ പ്രൈവറ്റായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ പബ്ലിക്കായിട്ട് ഞാൻ ഒരു ഫങ്ഷൻ sprint എന്നും പറഞ്ഞിട്ട് ഒരു ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഡിറൈവ്ഡ് ക്ലാസ്സിൽ ഒരു മെസ്സേജ് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സെക്കൻഡ് എന്നും പറഞ്ഞിട്ട് ഒരു cout കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ മെയിൻ ഫങ്ഷനിൽ b.sprint എന്നും പറഞ്ഞിട്ട് കോൾ ചെയ്താൽ അതും വാലിഡ് ആണ്, നമുക്ക് അതും റൺ ചെയ്യാൻ പറ്റും. അത് റൺ ചെയ്താൽ ഇതേപോലെ സെക്കൻഡ് എന്നുള്ളതും പ്രിൻ്റ് ചെയ്ത് കാണിക്കും. ആകപ്പാട് ഇൻഹെറിറ്റൻസിൽ വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബേസ് ക്ലാസ്സിലുള്ള പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഫങ്ഷണാലിറ്റീസ് കുറേയൊക്കെ ഡിറൈവ് ചെയ്യുന്ന ക്ലാസ്സിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും, അത് ആക്സസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത് വെച്ചിട്ട് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു ഐഡിയോളജി എന്ന് പറഞ്ഞാൽ. അങ്ങനെ നമ്മൾ സിംഗിൾ ഇൻഹെറിറ്റൻസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് പഠിച്ചു. ഇനി അങ്ങോട്ടേക്ക് നമുക്ക് മൾട്ടി ലെവലും മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ഒക്കെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യണമെന്നുള്ളത് നോക്കാം.